ഗ്യാസ് ലീക്കായാൽ പരിഭ്രാന്തരാകാതെ സമചിത്തതയോടെ പ്രവർത്തിക്കുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഗ്യാസ് മണം അനുഭവപ്പെട്ടാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ലൈറ്റോ ഫാനോ ഇടുകയോ നിലവിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുകയോ ചെയ്യരുത്. സ്വിച്ച് ഇടുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ സ്പാർക്ക് പോലും വലിയ സ്ഫോടനത്തിന് കാരണമായേക്കാം. തീപ്പെട്ടി കൊളുത്താനോ മെഴുകുതിരി കത്തിക്കാനോ പാടില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. ഗ്യാസ് സ്റ്റൗവിന്റെ നോബുകളും സിലിണ്ടറിന് മുകളിലുള്ള റെഗുലേറ്ററും ഉടനടി ഓഫ് ചെയ്യുക. വീടിന്റെ എല്ലാ ജനലുകളും വാതിലുകളും തുറന്നിടുക. വായു സഞ്ചാരം ഉണ്ടാകുന്നതിലൂടെ ഗ്യാസിന്റെ സാന്ദ്രത കുറയുകയും അപകട സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. സാധ്യമാണെങ്കിൽ സിലിണ്ടർ റെഗുലേറ്റർ ഊരിയ ശേഷം പുറത്തെ വായു സഞ്ചാരമുള്ള തുറന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. സുരക്ഷാ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് സിലിണ്ടറിൽ ഇട്ടുവെക്കുക. ലീക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉടൻ തന്നെ എല്ലാവരും വീടിന് പുറത്തിറങ്ങുക. ഗ്യാസ് ഏജൻസിയെ വിവരം അറിയിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്യാസ് ലീക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായ 1906 വിളിക്കുക. ഗ്യാസ് മണം മാറുന്നതുവരെ വീടിനുള്ളിൽ ഇലക്ട്രിക് ഉപകരണങ്ങളോ സ്വിച്ചുകളോ ഉപയോഗിക്കരുത്. പലപ്പോഴും റെഗുലേറ്ററിലെ വാഷർ കേടാകുന്നത് മൂലമാണ് ലീക്ക് ഉണ്ടാകുന്നത്. ഇത് കൃത്യസമയത്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും കുത്തനെ തന്നെ വെക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗ്യാസ് ഡിറ്റക്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ സഹായിക്കും. സിലിണ്ടർ ഡെലിവറി ചെയ്യുമ്പോൾ അതിന്റെ സീല് പൊട്ടിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. സിലിണ്ടർ കൊണ്ടുവരുന്ന വ്യക്തിയോട് അത് കണക്ട് ചെയ്ത് ലീക്ക് ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യപ്പെടുക. ഇതിനായി അവർ സോപ്പ് ലായനി ഉപയോഗിച്ച് പരിശോധിക്കാറുണ്ട്. സിലിണ്ടറിന്റെ മുകളിലെ 3 കമ്പികളിൽ ഒന്നിൽ ABCD എന്നിങ്ങനെ തുടങ്ങുന്ന കോഡുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് D26 എന്നതൊക്കെ കാണില്ലേ. ഇത് സിലിണ്ടറിന്റെ കാലാവധി സൂചിപ്പിക്കുന്നതാണ്. കാലാവധി കഴിഞ്ഞ സിലിണ്ടറുകൾ വാങ്ങരുത്. സാധാരണ പ്ലാസ്റ്റിക് പൈപ്പുകൾക്ക് പകരം ISI മുദ്രയുള്ള സുരക്ഷാ ഹോസ് തന്നെ ഉപയോഗിക്കുക. ഇതിന് പുറത്ത് സ്റ്റീൽ മെഷ് ഉള്ളതിനാൽ എളുപ്പത്തിൽ കേടുപാടുകൾ സംഭവിക്കില്ല. ഗ്യാസ് പൈപ്പുകൾക്ക് സാധാരണ 5 വർഷമാണ് കാലാവധി. അതിനുശേഷം നിർബന്ധമായും മാറ്റണം. പൈപ്പിൽ വിള്ളലുകൾ ഉണ്ടോ എന്നിടയ്ക്കിടെ പരിശോധിക്കണം. സിലിണ്ടർ എപ്പോഴും തറനിരപ്പിൽ നിന്ന് ഉയരമുള്ള വായു സഞ്ചാരമുള്ള സ്ഥലത്ത് വെക്കുക. ഗ്യാസ് സ്റ്റൗവിനേക്കാളും താഴ്ന്ന നിലയിൽ വേണം സിലിണ്ടർ സൂക്ഷിക്കാൻ. അലമാരയ്ക്കുള്ളിലോ വായു സഞ്ചാരമില്ലാത്ത അടഞ്ഞ ബോക്സിനുള്ളിലോ സിലിണ്ടർ വെക്കരുത്. ഗ്യാസ് സ്റ്റൗവിന് തൊട്ടടുത്ത് പ്ലാസ്റ്റിക് പാത്രങ്ങളോ തുണികളോ പേപ്പറോ ഒന്നും വെക്കരുത്. മണ്ണെണ്ണ വിളക്കുകളോ മറ്റു തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളോ ഗ്യാസ് സിലിണ്ടറിന് സമീപം ഉണ്ടാകരുത്. സ്റ്റൗവിലേക്ക് നേരിട്ട് കാറ്റടിക്കുന്ന രീതിയിൽ ജനലുകൾ ക്രമീകരിക്കരുത്. ഇത് തീ അണയാനും ഗ്യാസ് പരക്കാനും കാരണമാകും. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും വീടിന് പുറത്തേക്ക് പോകുമ്പോഴും സിലിണ്ടറിലെ റെഗുലേറ്റർ നോബ് നിർബന്ധമായും ഓഫ് ചെയ്യുക. 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും അംഗീകൃത ഗ്യാസ് ഏജൻസി മെക്കാനിക്കിനെ കൊണ്ട് നിങ്ങളുടെ കണക്ഷൻ പരിശോധിപ്പിക്കുക. ഇതിനായി ചെറിയൊരു ഫീസ് അവർ ഈടാക്കാറുണ്ട്.